പ്രിയപ്പെട്ടവർ, ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഹാജിമാർക്ക് ഗ്യാസ് അടുപ്പിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. ഓരോ നിലയിലും ഓരോ അടുക്കള വീതം പ്രവർത്തിപ്പിക്കാൻ അനുമതി. അനുകൂല നടപടി ഹാജിമാരുടെ ദുരിതം സിവിൽ ഡിഫൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ എന്ന് കോൺസൽ ജനറൽ. കഴിഞ്ഞ ഒരു വർഷത്തിനകം UAE ഇന്ത്യയിൽ നിക്ഷേപിച്ചത് 6700 കോടി രൂപയെന്ന് ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം. നിക്ഷേപം അടിസ്ഥാന സൗകര്യ മേഖലയിൽ. കേരളത്തിൽ UAE കോൺസുലേറ്റ് സ്ഥാപിച്ചതിലൂടെ ദക്ഷിണേന്ത്യയിൽ വൻ നിക്ഷേപ സാധ്യതകളാണ് തുറന്നിരിക്കുന്നതെന്നും സീതാറാം. സൗദി ആഭ്യന്തര റൂട്ടിൽ വിമാന സർവീസ് നടത്താനുള്ള ലൈസൻസ് സ്കൈ പ്രൈം എയർലൈനിന്. സിവിൽ ഏവിയേഷൻ മന്ത്രി ലൈസൻസ് കൈമാറി. അടുത്ത വർഷം പുതിയ എയർലൈനുകളും രംഗത്തെത്തും. വൈദ്യുതാവശ്യത്തിനുള്ള ആണവോർജ്ജ പദ്ധതിയിൽ നിന്ന് കുവൈത്ത് പിന്മാറുന്നു. പദ്ധതി ചെലവേറിയതും അപ്രായോഗികവുമെന്ന വിലയിരുത്തൽ. വിൻഡ് മില്ലുകളും സോളാർ പ്ലാന്റുകളും സ്ഥാപിക്കാനും തീരുമാനം. കുവൈത്തും ബഹ്റിനും തമ്മിൽ $138 മില്യൺ സാമ്പത്തിക സഹകരണമെന്ന ധാരണ. കുവൈത്ത് ബഹ്റിൻ സഹായം നൽകുക അറബ് സാമ്പത്തിക വികസന നാണയനിധിയിൽ നിന്ന്. കരാറിൽ ഒപ്പുവെച്ചത് കുവൈത്ത് നാണയനിധി ഉപമേധാവിയും ബഹ്റിൻ ധനകാര്യമന്ത്രിയും തമ്മിൽ. ഭക്ഷണം പാചകം ചെയ്യാതെ പ്രയാസത്തിലായ മലയാളി ഹാജിമാർക്ക് ആശ്വാസമായി സന്നദ്ധ സംഘടനകൾ ഭക്ഷണ വിതരണം ആരംഭിച്ചു. തനിമ ഹജ്ജ് വളണ്ടിയർ വനിതാ വിഭാഗമാണ് ഗ്രീൻ കാറ്റഗറിയിലെ തീർത്ഥാടകർക്ക് കഞ്ഞി വിതരണം നടത്തിയത്. കേരളത്തിൽ നിന്നുമെത്തിയ ആദ്യ സംഘത്തിലെ ഹാജിമാർ താമസിക്കുന്ന ജർവലിലെ 29-30 ബിൽഡിംഗുകളിലാണ് ഇന്നലെ രാത്രി തനിമ പ്രവർത്തകർ കഞ്ഞി വിതരണം നടത്തിയത്. റൂമുകളിൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള പാചകം നിരോധിച്ചത് കാരണം ഹോട്ടലുകളെയായിരുന്നു പലരും ആശ്രയിച്ചത്. എന്നാൽ അറബിക് ഫുഡ് ഇഷ്ടപ്പെടാത്തതിനാൽ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. പ്രായമായ തീർത്ഥാടകരാണ് ഏറെ ബുദ്ധിമുട്ടിയത്. രാത്രി ലഭിച്ച നാടൻ കഞ്ഞി ഇവരിൽ പലർക്കും വലിയ ആശ്വാസമാണ് നൽകിയത്. നമുക്ക് ഭക്ഷണം കൊണ്ടാകുന്ന സ്ത്രീകളെ കണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവര് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിന് ഹാജിമാർക്ക് ഭയങ്കര ഉപകാരമാണ്. അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഭക്ഷണം കൊണ്ടുവന്ന്. തനിമ വളണ്ടിയർ വിഭാഗത്തിന് കീഴിലെ വനിതകളാണ് ഭക്ഷണ വിതരണം നടത്തിയത്. 10ഓളം സ്ത്രീകൾ തങ്ങളുടെ വീടുകളിൽ നിന്നും പാചകം ചെയ്താണ് ഭക്ഷണം എത്തിച്ചത്. 75 കുടുംബക്കാർക്ക് ഞങ്ങൾ കഞ്ഞി വിതരണം ചെയ്തു. ഇന്ന് ഞങ്ങൾ എല്ലാവരും വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നതാണ് ഈ ഫുഡ്. വരും ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ ഭക്ഷണ വിതരണം നടത്തുമെന്നും ഇവർ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യാൻ അനുമതി ലഭിക്കുന്നതുവരെ തീർത്ഥാടകർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ മലയാളി സംഘടനകൾ. മീഡിയ 1 മക്ക. ഗ്യാസ് അടുപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഹറമിന് സമീപത്തെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഹാജിമാർക്ക് നേരിട്ട പ്രയാസത്തിന് പരിഹാരമായി. ഗ്രീൻ കാറ്റഗറിയിൽ താമസിക്കുന്ന ഹാജിമാർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ്, ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗം സുരക്ഷാ കാരണങ്ങളാൽ അധികൃതർ വിലക്കിയത്. എന്നാൽ വിലക്കിന് അധികൃതർ ഇളവ് നൽകിയതായി ഇന്ത്യൻ കോൺസൽ ജനറൽ അറിയിച്ചു. റബി മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. റബി, സ്വയം ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയെക്കുറിച്ച് മീഡിയ 1 തന്നെ വാർത്ത ചെയ്യുകയുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചത്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് അൽബസാമി നമ്മോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഹോട്ടൽ ടൈപ്പ് ബിൽഡിങ്ങുകളിൽ നിലവിൽ അവിടെ എല്ലാ ഹോട്ടലുകളിലും ഒരു പബ്ലിക് റെസ്റ്റോറന്റുകൾ ഉണ്ടാകും. അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകും. അവിടെ വെച്ച് തീർത്ഥാടകർക്ക് ഗ്യാസ് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാനുള്ള അനുമതി സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകരടക്കം 50,000-ഓളം ഇന്ത്യൻ തീർത്ഥാടകരാണ് ഹറമിനെ ഒരു 1.5 കിലോമീറ്ററുള്ളിൽ മർക്കസിയ ഏരിയയിൽ ഗ്രീൻ കാറ്റഗറിയിൽ താമസിക്കുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യം നിഷേധിക്കുന്നത് വളരെയേറെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണവും. പ്രത്യേകിച്ച് നിരവധി ഹാജിമാർ മക്കയിൽ എത്തിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പുതിയൊരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ അപ്രായോഗികതയൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഹോട്ടൽ ടൈപ്പ് ബിൽഡിങ്ങുകളല്ലാത്ത സാധാ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന ഹാജിമാർക്കാണെങ്കിൽ ഓരോ നിലയിലും ഒരു കിച്ചൺ അനുവദിക്കും. അവിടെ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാം എന്നുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ ടൈപ്പ് ബിൽഡിങ്ങുകളിൽ മാത്രമാണ് ഗ്യാസിന് അനുമതിയുള്ളത്. മറ്റ് ബിൽഡിങ്ങുകളിൽ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാം. നിലവിൽ എല്ലാ ബിൽഡിംഗ് ഉടമകൾക്കും അതുപോലെ തന്നെ മുഅല്ലിം സ്ഥാപനങ്ങൾക്കെല്ലാം ഈ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. നാളെ ഉച്ചയോടുകൂടി മുഴുവൻ ഹാജിമാർക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി കഴിഞ്ഞ 2-3 ദിവസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. നേരത്തെ തന്നെ
ഗ്രീൻ കാറ്റഗറിയിലും അതുപോലെ തന്നെ അസീസയിലും താമസിക്കുന്ന ഹാജിമാർക്ക് 30 ദിവസത്തോളം വേണ്ട ഭക്ഷണം അവർ സ്വയം പാചകം ചെയ്യാനുള്ള സംവിധാനമായിരുന്നു. ഇതിനു വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അടക്കമാണ് ഹാജിമാർ നാട്ടിൽ നിന്ന് വരുന്നത്. ഈ ഹജ്ജ് കേരളത്തിൽ നിന്നുള്ള ഫ്ലൈറ്റ് വരുന്നതിന്റെ തലേ ദിവസം ഇത് വിലക്കിയതായിട്ടുള്ള റിപ്പോർട്ട് വന്നതിനാൽ ആദ്യ വിമാനത്തിലെ കുറെ ഹാജിമാർ ഇത്തരത്തിൽ തങ്ങളുടെ സാധനങ്ങൾ എടുക്കാതെയാണ് വന്നത്. ഇനി കേരളത്തിൽ നിന്നും ഹജ്ജിന് പുറപ്പെടുന്ന മുഴുവൻ ഹാജിമാർക്കും ഭക്ഷണം പാചകം ചെയ്യാനുള്ള വസ്തുക്കളുമായിട്ട് വരാം. അത് ഉപയോഗിച്ച് ഇവിടെ പാചകം ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിലവിൽ അസീസിയയിൽ ഈ ഒരു പ്രശ്നമില്ല. അസീസിയ കാറ്റഗറിയിൽ താമസിക്കുന്ന ഹാജിമാർക്ക് നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തതിനാൽ ഈ ഭക്ഷണം അവിടെ വെച്ച് പാചകം ചെയ്യാൻ അനുവാദമുണ്ട്. 30 പേർക്ക് ഒരു അടുക്കള എന്നുള്ള രീതിയിൽ ഹജ്ജ് മിഷൻ ഗ്യാസ് സ്റ്റൗ വിതരണം ചെയ്യും. ഇതോടൊപ്പം തന്നെ ഗ്രീൻ കാറ്റഗറിയിൽ നിലവിൽ ഇപ്പോൾ ഇളവ് ലഭിച്ച മുഴുവൻ കെട്ടിടങ്ങളിലും ബിൽഡിംഗ് ഉടമകൾ കിച്ചണിലേക്കുള്ള ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ ഇലക്ട്രിക് സ്റ്റൗകളും വിതരണം ചെയ്യും. ഭക്ഷണം നാളെ മുതൽ പാചകം ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാകും. ഒരു നിലയിൽ ഒരു അടുക്കള എന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു നിലയിൽ താമസിക്കുന്ന ഹാജിമാർക്ക് മുഴുവനായി പാചകം ചെയ്യാൻ മാത്രം പര്യാപ്തമാണോ? അത് സ്വാഭാവികമായും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹറമിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തവണ ഹറമിന് അടുത്തുള്ള ബിൽഡിങ്ങുകളിൽ ഗ്യാസിന് നിരോധനം ഏർപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ഒരു ബിൽഡിങ്ങിൽ വലിയ കെട്ടിടമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതേസമയം ചെറിയ കെട്ടിടമാണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. നിലവിൽ 30 പേർക്ക് ഒരു കിച്ചൺ എന്നതാണ്. ചില റൂമുകളിൽ ചില കെട്ടിടങ്ങളിൽ ഒരു റൂമിൽ തന്നെ കിച്ചണുള്ള സംവിധാനമുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അനുമതി ലഭിക്കില്ല. അതേസമയം ഒരു നിലയിലെ ഹാജിമാർക്ക് അവരുടെ ഊഴമനുസരിച്ച് ഇത് ഭക്ഷണം പാചകം ചെയ്യേണ്ടി വരുന്നത് ഹറമിലേക്ക് പോകുന്നതിനും മറ്റ് പ്രാർത്ഥനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ വലിയൊരു ആശ്വാസം ഇപ്പോൾ ഈ ഇളവിലൂടെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ മുൻകൂട്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതൽ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഹജ്ജ് മിഷൻ അധികൃതർ നമ്മോട് പറഞ്ഞു. ശരി റബി, ഇന്ത്യൻ ഹാജിമാർക്ക് ഗ്യാസ് അടുപ്പിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി ഓരോ നിലയിലും ഓരോ അടുക്കള വീതം പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു റബി മുഹമ്മദ് മക്കയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. കഴിഞ്ഞ ഒരു വർഷത്തിനകം UAE 6700 കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിച്ചുവെന്ന് ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം പറഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിലെ ഓഹരി നിക്ഷേപം ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത്. കൂടുതലും അടിസ്ഥാന സൗകര്യ മേഖലയിലാണ് UAE നിക്ഷേപിച്ചതെന്നും അംബാസിഡർ വിശദീകരിച്ചു. UAE ദൗത്യകാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന അംബാസിഡർ TP സീതാറാമിന് ഇന്ത്യൻ മീഡിയ അബുദാബി നൽകിയ യാത്രയയപ്പിലാണ് അദ്ദേഹം നിക്ഷേപത്തിന്റെ കണക്കുകൾ അറിയിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഉന്നതതല സംഘങ്ങൾ തുടർച്ചയായി UAE-യിലെത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 25% ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഈ വർഷം ഇറക്കുമതി ചെയ്തു. 47% കുറഞ്ഞ നിരക്ക് മാത്രമാണ് ഇതിന് ഈടാക്കിയത്. കർണാടകയിൽ UAE പെട്രോൾ സംഭരിക്കാനുള്ള ഭൂഗർഭ സംഭരണി ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് പെട്രോൾ എടുക്കാനാകും. മുൻകൂട്ടി പണം കൊടുക്കാതെ തന്നെ മുൻകരുതലെന്ന നിലയ്ക്ക് പെട്രോൾ ശേഖരിക്കാമെന്ന ഗുണം ഇന്ത്യക്ക് ലഭിക്കും. വിതരണ സംവിധാനങ്ങളിൽ തടസ്സം നേരിടുമ്പോൾ ഈ സംഭരണിയിൽ നിന്ന് സമീപ രാജ്യങ്ങളിലേക്ക് എണ്ണ വിതരണം ചെയ്യാൻ UAE-ക്കും കഴിയും. കേരളത്തിൽ UAE കോൺസുലേറ്റ് സ്ഥാപിച്ചതിലൂടെ ദക്ഷിണേന്ത്യയിൽ വൻ നിക്ഷേപത്തിനുള്ള സാധ്യതകളാണ് തുറന്നിരിക്കുന്നതെന്നും TP സീതാറാം പറഞ്ഞു. അംബാസിഡർക്കുള്ള ഉപഹാരം ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് അനിൽ C. ഇടുക്കുള സമ്മാനിച്ചു. ഭാരവാഹികളായ മുനീർ പാണ്ഡ്യാല, TP ഗംഗാധരൻ, ഹഫ്സൽ അഹമ്മദ്, സമീർ കല്ലറ, ജോണി തോമസ്, സിബി കടവിൽ, അശ്വിനി കുമാർ, SM നൌഫൽ, അഹമ്മദ് കുട്ടി, റസാഖ് കുരുമനയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 അബുദാബി. സൗദി ആഭ്യന്തര റൂട്ടിൽ വിമാന സർവീസ് നടത്താനുള്ള ലൈസൻസ് സ്കൈ പ്രൈം എയർലൈനിന് തലസ്ഥാനത്തെ കിങ്ഡം ടവറിലുള്ള 4 സീസൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ഗതാഗത മന്ത്രിയും സൗദി സിവിൽ ഏവിയേഷൻ മേധാവിയുമായ സുലൈമാൻ ബിൻ അബ്ദുള്ള അഹ്മദാൻ ലൈസൻസ് എയർലൈൻ അധികൃതർക്ക് കൈമാറിയത്. അവസാനത്തോടെ സ്കൈ പ്രൈം എയർലൈൻ സൗദി ആഭ്യന്തര റൂട്ടിൽ സേവനം ആരംഭിക്കും. സ്കൈ പ്രൈം എയർലൈനു മുമ്പ് ലൈസൻസ് കൈപ്പറ്റിയ സൗദി ഗൾഫ്, മുൻപ് സേവനത്തിലുണ്ടായിരുന്ന സമ എയർലൈൻ എന്നിവയും 2017 സൗദി ആഭ്യന്തര റൂട്ടിൽ ഓടിത്തുടങ്ങും. അദീൽ കമ്പനിയുടെ പുതിയ എയർലൈനും 2017 അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആഭ്യന്തര റൂട്ടിൽ സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസ്, നാസ് എയർ എന്നിവയോടാണ് പുതിയ എയർലൈനുകൾക്ക് മത്സരിക്കേണ്ടി വരിക. ആഭ്യന്തര വൈമാനിക റൂട്ടിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാനും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും സർവീസ് നടത്താനും പുതിയ എയർലൈനുകളുടെ കടന്നുവരവിലൂടെ സാധിക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ്
സ്കൈ പ്രൈം മുഖ്യ ആസ്ഥാനങ്ങളായി സ്വീകരിക്കുക. അതോടൊപ്പം രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സർവീസ് നടത്താൻ കമ്പനി സന്നദ്ധമായിരിക്കും. ആരോഗ്യകരമായ വിപണി മത്സരം യാത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതിനാലാണ് പുതിയ എയർലൈനുകളെ മന്ത്രാലയം സ്വാഗതം ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. വൈദ്യുതാവശ്യത്തിനായുള്ള ആണവോർജ്ജ പദ്ധതിയിൽ നിന്ന് കുവൈത്ത് പിന്മാറുന്നു. പദ്ധതി ചെലവേറിയതും അപ്രായോഗികവും ആണെന്ന് വിലയിരുത്തിയാണ് പിന്മാറ്റം. പകരം വിൻഡ് മില്ലുകളും സോളാർ പ്ലാന്റുകളും സ്ഥാപിക്കാനാണ് തീരുമാനം. രാജ്യത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനായി ആണവ റിയാക്ടർ സ്ഥാപിക്കുമെന്ന് ജലം വൈദ്യുതി മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അനുമതി തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ആണവ നിലയം സ്ഥാപിക്കുന്നത് ചെലവേറിയതും അപ്രായോഗികവും ആണെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. പഠന റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത മന്ത്രാലയം പദ്ധതി ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ താരതമ്യേന ചെലവ് കുറഞ്ഞ മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ അവലംബിക്കാൻ പഠനസമിതി ശുപാർശ ചെയ്തിരുന്നു. വിൻഡ് മിൽ, സോളാർ പ്ലാന്റുകൾ തുടങ്ങിയ ബദൽ മാർഗങ്ങൾക്കാണ് അധികൃതർ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. നിലവിൽ GCC രാജ്യങ്ങളിൽ സൗദി അറേബ്യയും UAEയുമാണ് ആണവോർജ്ജ പദ്ധതികൾ നടപ്പാക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തും ബഹ്റിനും തമ്മിൽ $138 മില്യൺ സാമ്പത്തിക സഹകരണത്തിന് ധാരണ. അറബ് സാമ്പത്തിക വികസന കാര്യങ്ങൾക്കുള്ള നാണയനിധിയിൽ നിന്നാണ് കുവൈത്ത് ബഹ്റിന് സഹായം നൽകുക. ചൊവ്വാഴ്ച കുവൈത്തിൽ നടന്ന ചടങ്ങിൽ കുവൈത്ത് നാണയനിധി ഉപമേധാവി ഹമദ് അൽ ഉമറും ബഹ്റിൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയുമാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ 3 വകുപ്പ് മേധാവികളെ പുതിയ ചുമതലയിലേക്ക് മാറ്റി ഉത്തരവിറക്കി. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മേജർ ജനറൽ അബ്ദുള്ള യൂസഫ് അൽ മുഹന്നയെ മാറ്റി പകരം അതിർത്തി രക്ഷാ വകുപ്പിന്റെ ചുമതല നൽകി. അതിർത്തി രക്ഷാ വകുപ്പിന്റെ ചുമതലയുള്ള ഷെയ്ഖ് മുഹമ്മദ് അൽ യൂസഫ് അസബ, രാജ്യസുരക്ഷാ കാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് മുബാറക് സാലിം അൽ അലി അസബ എന്നിവരാണ് പുതിയ ചുമതലകളിലേക്ക് മാറ്റപ്പെട്ട അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാർ. ഉത്തരവ് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മിഡിസ്റ്റ് അവർ തുടരുന്നു. കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന തവാഫ് എളുപ്പമാക്കാൻ കഅബയ്ക്ക് ചുറ്റുമുള്ള മത്താഫ് പൂർണ്ണമായും തീർത്ഥാടകർക്ക് ഒഴിഞ്ഞുകൊടുക്കണമെന്ന് മക്ക ഗവർണറും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷനുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ ആവശ്യപ്പെട്ടു. ഹറമിൽ നമസ്കാരത്തിനെത്തുന്നവർ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറി സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വ്യാഴാഴ്ച മുതൽ ഹജ്ജിന് പരിസമാപ്തി കുറിക്കുന്നതുവരെ മത്താഫിലേക്ക് തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും പ്രവേശനം ലഭിക്കുക. നമസ്കരിക്കാനെത്തുന്നവരെ പള്ളിയുടെ ഉൾഭാഗങ്ങളിലേക്കും പുതിയ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഭാഗത്തേക്കും പള്ളിയുടെ മുകൾ ഭാഗങ്ങളിലേക്കും തിരിച്ചുവിടുമെന്നും ഗവർണർ തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചു. പുണ്യനഗരിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മങ്ങൾ എളുപ്പമാക്കാനാവശ്യമായ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അമീർ ഖാലിദ് അൽ ഫൈസൽ അറിയിച്ചു. ഹജ്ജ് അവസാനിക്കുന്നതുവരെ ഹറമിൽ നമസ്കരിക്കാനെത്തുന്നവർ പുതിയ പരിഷ്കരണം കൃത്യമായി പാലിച്ച് സുരക്ഷാ വിഭാഗവുമായി സഹകരിക്കണമെന്ന് ഹറം കാര്യാലയം ആവശ്യപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടകർക്ക് തവാഫ് എളുപ്പമാക്കാനും ഹാജിമാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടുമാണ് പുതിയ തീരുമാനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യും. കഴിഞ്ഞ റമദാൻ മാസത്തിൽ വർദ്ധിച്ച തോതിൽ ഉംറ തീർത്ഥാടകരെത്തിയതോടെ പരീക്ഷണാർത്ഥം ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത് വൻ വിജയകരമായ സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനമെന്നും ഇരുഹറം കാര്യാലയം വ്യക്തമാക്കി. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ. ഇന്ത്യയിലെ 67 ചെറുകിട എണ്ണപ്പാടങ്ങൾ ഖനനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ UAEയിൽ നിന്ന് കമ്പനികളെ തേടുന്നു. ഖനന മേഖലകൾ അന്താരാഷ്ട്ര തലത്തിൽ ലേലം ചെയ്യുന്നതിന് മുന്നോടിയായി എണ്ണ മന്ത്രാലയം പ്രതിനിധികൾ ദുബായ് നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തി. വൻ ഇളവുകൾ പ്രഖ്യാപിച്ചാണ് ഖനനത്തിന് നിക്ഷേപകരെ തേടുന്നത്. ദുബൈ ലെമെറിഡിയൻ ഹോട്ടലിലാണ് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി KT ത്രിപാഠിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 46 കരാർ മേഖലയിലുള്ള 67 ചെറു എണ്ണപ്പാടങ്ങളാണ് ലേലം ചെയ്യുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി, എണ്ണ സെസ് എന്നിവയിൽ നിന്ന് ഉൽപാദകരെ ഒഴിവാക്കും. വില നിർണ്ണയത്തിലും വിപണനത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. വരുമാനം പങ്കിടുന്ന വ്യവസ്ഥയിൽ 20 വർഷത്തേക്കാണ് കരാർ. നിലവിൽ എണ്ണ പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തിയ എണ്ണപ്പാടങ്ങളാണ് ലേലം ചെയ്യുന്നത് എന്നതിനാൽ പര്യവേഷണം കൂടുതൽ വേണ്ടിവരില്ല. ഇതും ആഭ്യന്തര വിപണിയിൽ ഉയർന്ന ഡിമാൻഡുള്ളതും നിക്ഷേപകരെ ആകർഷിക്കുന്നുണ്ടെന്ന് KT ത്രിപാഠി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UAE is one of the major E&P hubs in the country. It's a major oil producing country in the world. So we definitely expect a very good participation from them because all major players are present here and
the physical distance from India is also not much. UAE-യിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ സംരംഭകരെ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസം അബുദാബിയിലും പ്രതിനിധി സംഘം നിക്ഷേപകരെ കാണും. ഹൈഡ്രോ കാർബൺ ഡയറക്ടർ ജനറൽ അദാനു ചക്രബർത്തി, മനീഷ് അഗർവാൾ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വിമാനത്തിൽ ഉറങ്ങിയ എയർ ഹോസ്റ്റസിന്റെ ദൃശ്യം പകർത്തി പ്രവാസി മലയാളി എയർ ഇന്ത്യക്ക് പരാതി നൽകി. 3.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഷാർജ കരിപ്പൂർ യാത്രക്കിടെയാണ് മലയാളിയായ എയർ ഹോസ്റ്റസ് ഉറങ്ങിയത്. എന്നാൽ അനുവാദമില്ലാതെ തന്റെ ദൃശ്യം പകർത്തിയതിനെതിരെ പരാതിയുമായി എയർ ഹോസ്റ്റസ് പോലീസിനെ സമീപിച്ചു. കഴിഞ്ഞ മാർച്ച് 27-ന് ഷാർജയിൽ നിന്നും കരിപ്പൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലാണ് സംഭവം. യാത്രക്കാർക്ക് സേവനം നൽകാൻ ചുമതലയുള്ള എയർ ഹോസ്റ്റസ് വിമാനത്തിൽ മൂടി പുതച്ചുറങ്ങുന്നത് കണ്ട യാത്രക്കാരൻ KM ബഷീർ തന്റെ മൊബൈലിൽ അത് പകർത്തുകയായിരുന്നു. എയർ ഇന്ത്യയുടെ CMDക്ക് ദൃശ്യങ്ങൾ സഹിതം ബഷീർ പരാതി നൽകുകയും ചെയ്തു. യാത്രക്കാർ ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത, ആകെ 15 ബ്ലാങ്കറ്റാണ് വിമാനത്തിന് സർവ് ചെയ്യുന്നത്, എയർ ഇന്ത്യ അലോട്ട് ചെയ്യുന്നത്. അതിൽ 2 ബ്ലാങ്കറ്റാണ് ഇവർ ഉപയോഗിച്ചത്. നമ്മളൊക്കെ ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചാൽ പോലും തരില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിന് ചോദിച്ചാൽ പലപ്പോഴും ഇവരെ മുഖത്തിൻ്റെ ഭാവം കാണാം. വളരെ മോശമായിട്ടാണ് പെരുമാറ്റം. എയർ ഹോസ്റ്റസ്, ഡ്യൂട്ടിയുള്ള എയർ ഹോസ്റ്റസ് ഒരിക്കലും ഉറങ്ങാൻ നിയമം അനുവദിക്കുന്നില്ല. പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നപ്പോൾ ബഷീർ ഈ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതേ തുടർന്നാണ് എയർ ഹോസ്റ്റസ് പരാതിയുമായി കോഴിക്കോട് നടക്കാവ് പോലീസിനെ സമീപിച്ചത്. തന്റെ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് യുവതിയുടെ പരാതി. നടക്കാവ് പോലീസിന്റെ പരിധിയിൽ നടന്ന സംഭവമല്ലാത്തതിനാൽ ഈ പരാതി കരിപ്പൂർ പോലീസിന് കൈമാറി. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എയർ ഇന്ത്യ തയ്യാറായില്ല. മീഡിയ 1, കോഴിക്കോട്. ദുബായ് നഗരത്തിൽ കെട്ടിട നിർമ്മാണ മേഖല കുതിപ്പിലാണെന്ന് ദുബായ് നഗരസഭ. പുതിയ കെട്ടിടങ്ങൾക്കായുള്ള അപേക്ഷകളും നിർമ്മാണം പൂർത്തിയാക്കിയ പരിശോധിക്കാനുള്ള അപേക്ഷകളും വർദ്ധിച്ചുവെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബൈയിൽ 25,124 കെട്ടിടങ്ങളാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് നഗരസഭ അറിയിച്ചു. ബഹുനില കെട്ടിടങ്ങളും വ്യാവസായിക ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും വില്ലകളും ഇതിൽപ്പെടും. കെട്ടിടങ്ങളുടെ ടെക്നിക്കൽ ഓഡിറ്റ് നടത്താനുള്ള അപേക്ഷകൾ ലഭിച്ചു വരുന്നുണ്ടെന്ന് നഗരസഭ കെട്ടിട വിഭാഗം ഡയറക്ടർ ഖാലിദ് മൂസ സാലിഹ് പറഞ്ഞു. ഈ വർഷം ആദ്യം 6 മാസം കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ ഓഡിറ്റിംഗിനായി 25,419 അപേക്ഷകളാണ് ലഭിച്ചത്. മുൻവർഷം ഇതേ സമയത്തേക്കാൾ 20% കൂടുതലാണിത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സ്ക്രൂട്ടിനിക്കായി 3000-ലധികം അപേക്ഷകൾ ലഭിച്ചു. ജൂൺ വരെ 5,837 സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയം 2,906 ആയിരുന്നു ഇതിന്റെ കണക്ക്. കെട്ടിട നിർമ്മാണ മേഖലയിലുണ്ടായ കുതിപ്പാണ് ഇത് വ്യക്തമാക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. ഓരോ പദ്ധതി പ്രദേശവും സന്ദർശിക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, ദുബായ്. ദുബായിലെ അൽഖൈൽ ഗേറ്റ് താമസ മേഖലയിലെ ഫ്ളാറ്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 3 മാസമുള്ള കുഞ്ഞടക്കം 3 ഇന്ത്യക്കാർക്ക് പൊള്ളലേറ്റു. അൽഖൈൽ ഗേറ്റ് 39-ാം നമ്പർ കെട്ടിടത്തിന്റെ 5ാം നിലയിലാണ് സ്ഫോടനമുണ്ടായത്. അവിടെ താമസിച്ചിരുന്ന ഗുജറാത്ത് സ്വദേശികളായ ഷിറിൻ ഗാന്ധി, മറിയം ഗാന്ധി, വീട്ടിലെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഇവരെ ഉടൻ റാഷിദ് ആശുപത്രിയിലേക്ക് മാറ്റി. പൊട്ടിത്തെറിയുണ്ടായ മുറി ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. 80% പൊള്ളലേറ്റ മറിയം ഗാന്ധിയുടെ നില ഗുരുതരമാണ്. കുഞ്ഞിന് പരിക്ക് നിസ്സാരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. സ്ഫോടനം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണെന്ന് സിവിൽ ഡിഫൻസ് സ്ഥിരീകരിച്ചു. ഒമാനിലെ സൂർ ബിലാദിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവേ വാഹനത്തിന് തീപിടിച്ചു. അൽ മഹ പെട്രോൾ പമ്പിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത്. മലയാളികൾ അടക്കം ജീവനക്കാരുടെ സമയോചിത ഇടപെടലിന്റെ ഫലമായാണ് വൻ അപകടം ഒഴിവായത്. വാഹനത്തിലുണ്ടായിരുന്ന 5ഉം 8ഉം വയസ്സുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് കുട്ടികൾക്ക് പരിക്കേറ്റത്. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ജന്മാഷ്ടമി പ്രമാണിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള കോൺസുലാർ, ലേബർ, അറ്റസ്റ്റേഷൻ, ഇമിഗ്രേറ്റ് സേവനങ്ങൾ അവധി ദിനത്തിൽ ലഭ്യമാക്കുമെന്നും എംബസി അറിയിച്ചു. ഖത്തർ ഗവൺമെന്റ് വിദേശ രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ ആവശ്യങ്ങൾക്കും വിപണനത്തിനുമായി ഓഹരി പങ്കാളിത്തത്തോടെയുള്ള പുതിയ കമ്പനി രൂപവൽക്കരിക്കുന്നു. ഖത്തർ പെട്രോളിയം കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ പൂർണ്ണമായും ഗവൺമെന്റ് അധീനതയിലായിരിക്കും. QPA പ്രതിനിധാനം ചെയ്യുന്നതുമായിരിക്കും കമ്പനി. ആഗോളതലത്തിലെ പെട്രോളിയം വിപണനത്തിനായി നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ഖത്തർ പുതിയ നിയമം കൊണ്ടുവന്നത്. അന്താരാഷ്ട്ര മേഖലയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെ സംബന്ധിച്ച പുതിയ നിയമത്തിലെ അനുച്ഛേദം 1 പ്രകാരം പുതിയ കമ്പനി വാണിജ്യ വ്യവസായ സ്ഥാപനമെന്ന നിലയിൽ വർത്തിക്കേണ്ടതാണ്.
സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥാവകാശം കൈയാളാനും ഇതേ കമ്പനിയുടെ പേരിൽ ഉൽപ്പന്നങ്ങൾ ഖത്തറിൽ വിപണനം നടത്താനും ബാധ്യസ്ഥരായിരിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വ്യാപാര നടപടികൾക്കായി ഖത്തർ പെട്രോളിയത്തെ ഏജന്റായി നിയമിക്കാനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ദിവസം മുതൽ നിയമം പ്രാബല്യത്തിലാകുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. ഹോങ്കോങ്ങിലെ വ്യാപാര മേഖലകളിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വ്യാപാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതായി ഹോങ്കോങ് വ്യാപാര വികസന കൌൺസിൽ അറിയിച്ചു. അടുത്ത 3 മാസത്തിനിടെ നടക്കുന്ന 10 വ്യാപാരമേളകൾ ഗൾഫിലെ നിക്ഷേപകർക്ക് ഊന്നൽ നൽകിയായിരിക്കുമെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഹോങ്കോങ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന 10ഓളം അന്താരാഷ്ട്ര വ്യാപാരമേളകളിലാണ് ഗൾഫ് മേഖലയിലെ വ്യാപാരികൾക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുകയെന്ന് ഹോങ്കോങ് വ്യാപാര വികസന കൌൺസിൽ പ്രതിനിധികൾ പറഞ്ഞു. ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രോണിക്സ്, വാച്ച് ആൻഡ് ക്ലോക്ക്, ഹാർഡ്വെയർ തുടങ്ങിയ വ്യാപാര മേഖലകളിലാണ് ഹോങ്കോങ് രാജ്യാന്തര മേളകൾ ഒരുക്കുന്നത്. ഹോങ്കോങ് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഓരോ വർഷവും 30-ൽ പരം വ്യാപാരമേളകൾ നടക്കും. സെപ്റ്റംബർ 7 മുതൽ 10 വരെ സെൻട്രൽ സ്റ്റേജ് എന്ന പേരിൽ അന്താരാഷ്ട്ര ഫാഷൻ പ്രദർശനവും അരങ്ങേറും. HKTDC മിഡിൽ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ അസീസ് നാസർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യൻ വിപണിയിൽ ഈ മേളകൾ പലതും നിർണായകമാണ്. അറബ് നാടുകളും ഹോങ്കോങ്ങും തമ്മിലെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ കൂടിയാണ് വ്യാപാരികൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ഹോങ്കോങ് പ്രതിനിധികൾ പറഞ്ഞു. മീഡിയ 1, ദുബായ്. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് വീശി. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതലാണ് മണൽക്കാറ്റ് വന്നത്. അപ്രതീക്ഷിതമായി വന്ന കാറ്റ് തുറസായ സ്ഥലങ്ങളിൽ കഴിയുന്നവരെയും വാഹനം ഓടിക്കുന്നവരെയും ബാധിച്ചു. വെസ്റ്റ് ബേ, ദഫ്ന, മൈദർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കാറ്റ് വീശിയത്. വെസ്റ്റ് ബേയിലെ ടവറുകൾ പൂർണ്ണമായും പൊടിയിൽ മൂടി. ദഫ്നയിലും മൈദറിലും ദൂരക്കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് മണൽക്കാറ്റ് അനുഭവപ്പെട്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.